നാരായണ. ഹരി ഓം ഹരി ഓം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. നാരായണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. എല്ലാവർക്കും ശ്രീ തിരുകാർത്തിക ആശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത പഠന പരമ്പര 67ാമത്തെ ക്ലാസ്സാകുന്നു. അതിലേക്ക് ഏവർക്കും സുസ്വാഗതം. അല്ല, ഗീത 32 ഗീത 32, നാരായണീയമായിരുന്നു 67, 68. നാരായണ.
എല്ലാവർക്കും കാർത്തിക ആശംസകൾ, തൃക്കാർത്തികാശംസകൾ. അപ്പോൾ വേഗം നിർത്തണം, നമുക്കിന്ന് 5:30 കഴിയുമ്പോൾ നിർത്താം. എല്ലാവർക്കും വീടുകളിൽ ദീപ പ്രോജ്വലനം ചെയ്യണം, ദീപാവലികൾ ഒരുക്കണം. അപ്പം അതിനുവേണ്ടി അധികം വൈകിക്കില്ല. അപ്പോൾ ഭഗവത്ഗീത 2-ാം അധ്യായം 10 ശ്ലോകങ്ങൾ വേഗം ചൊല്ലാം, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അദ ദ്വിതീയോऽധ്യായഃ സാഖ്യയോഗഃ. സഞ്ജയ ഉവാച തം തദാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ശ്രീഭഗവാനുവാച കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യത്തെ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന. ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ന ചൈതദ്വിദ്മഃ കതരം നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ. യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാഃ പ്രമുഖേ ധർത്തരാഷ്ട്രാः. കാർപ്പണ്യദോഷോപഹതഃ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. യത്ശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധിമാം ത്വാം പ്രപന്നം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം. അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപഃ. നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത. സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. നാരായണ. നമ്മൾ ആചാര്യ ഭഗവത്പാദരുടെ ഉപോദ്ഘാതം, ഭാഷ്യത്തിൻ്റെതായിട്ടുള്ള ഉപോദ്ഘാതം കാണുകയായിരുന്നു. ഇപ്പോൾ 2 പ്രകാരത്തിലുള്ളതായിട്ടുള്ള ധർമ്മം, വൈദിക ധർമ്മം, പ്രവൃത്തി, നിവൃത്തി, ഇത് രണ്ടും ലോകത്തിൽ 2 തരം അധികാരികൾക്കായിക്കൊണ്ട് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നു. നിവൃത്തിക്ക് അധികാരികളായിട്ടുള്ളവർ മാത്രം നിവൃത്തി മാർഗം സ്വീകരിക്കാം. പ്രവൃത്തിക്ക് യോഗ്യരായിരിക്കുന്ന അധികാരികൾ അവർ പ്രവൃത്തിയാണ് സ്വീകരിക്കേണ്ടത്. പ്രവൃത്തി മാർഗം സ്വീകരിച്ച് ഗൃഹസ്ഥാശ്രമധർമ്മത്തിലൂടെ പക്വത വന്ന ശേഷം സർവകർമ്മ പരിത്യാഗം എന്നുള്ള ആ ഒരു സന്യാസ അവസ്ഥയിലേക്ക് ഉയരേണ്ടതാണ്. നേരത്തെ തന്നെ വൈരാഗ്യം വന്നവർ, ബാല്യത്തിൽ തന്നെ വൈരാഗ്യം വന്നവർ, അവർ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിച്ച് നേരെ സന്യാസധർമ്മം സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് യാതൊരു കർത്തവ്യവും ഇല്ല. അങ്ങനെയുള്ള കാര്യമാണ്
പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ളതായിട്ടുള്ള ധർമ്മമാർഗങ്ങൾ കാലം കൊണ്ട്, ദീർഘകാലം കൊണ്ട് അനുഷ്ഠിക്കുന്ന ആളുകളുടെ തോന്നിയവാസം കൊണ്ട്, സ്വാർത്ഥത കൊണ്ട്, കാമോദ്ഭവാത്, അവരുടെ വിവേക വിജ്ഞാനങ്ങൾ നശിച്ച്, ചിന്താശക്തി നശിച്ച് അവർ അധർമ്മം പ്രവർത്തിക്കാൻ തുടങ്ങി. സ്വധർമ്മം ഉപേക്ഷിച്ച് പരധർമ്മം സ്വീകരിക്കാൻ തുടങ്ങി, അധർമ്മം പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ അധർമ്മത്താൽ ധർമ്മം കീഴ്പ്പെടുത്തപ്പെട്ടപ്പോൾ ഭഗവാൻ ദേവകീ ദേവിയിൽ വസുദേവപുത്രനായി അവതരിച്ചു. നാരായണൻ തന്നെയാണ് അവതരിച്ചത്. ഉപോദ്ഘാതം എന്ന് പറഞ്ഞാൽ തുറന്നു വെക്കൽ എന്ന് തന്നെയാണ്. ഉദ്ഘാടനം തന്നെയാണ് ഉപോദ്ഘാതം. പ്രവേശിക എന്ന് പറയാം, സമീപിക്കുക എന്നൊക്കെ അർത്ഥമാണ്. തുറന്ന് സമീപിക്കുക, ഒരു എൻട്രൻസ് എന്നൊക്കെ പറയില്ലേ, ആ എൻട്രൻസിലേക്കുള്ള പ്രവേശനദ്വാരം എന്നൊക്കെ അർത്ഥമാണ് ഉപോദ്ഘാതം എന്ന വാക്കിന്. നാരായണ. അപ്പോ അങ്ങനെയുള്ള ഭഗവാൻ അവതരിച്ച് അന്നത്തെ യോഗ്യനായിരിക്കുന്ന ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു അധികാരിയെ തെരഞ്ഞെടുത്തതാണ് അർജുനനിലൂടെ. അതാണ് നമ്മൾ ഇന്നലെ കണ്ട ഭാഗം. സ്വപ്രയോജന അഭാവേ അപി ഭൂത അനുജിഗൃക്ഷയ വൈദികം ധർമ്മദ്വയം അർജുനായ ശോകമോഹ മഹോദതൗ നിമഗ്നായ ഉപദിദേശ. അർജുനനായിക്കൊണ്ട്, ശോകമോഹ മഹാ ഉദതിയിൽ മുങ്ങിയവനായിട്ടുള്ള അർജുനനായിക്കൊണ്ട് ഉപദേശിച്ചു. എന്തുകൊണ്ട് അർജുനൻ എന്നുള്ളതിന് പറഞ്ഞു, ഗുണാദികൈഹി ഗൃഹീതഃ അനുഷ്ഠീയമാനഃ ച ധർമ്മഃ പ്രചയം ഗമിഷ്യതി ഇതി. ഗുണാധികന്മാരാൽ, സമൂഹത്തിലെ ശ്രേഷ്ഠ പുരുഷന്മാരാൽ സ്വീകരിക്കുകയും അനുഷ്ഠിക്കപ്പെടുകയും ചെയ്താൽ ആ ധർമ്മം വൃദ്ധിയെ പ്രാപിക്കും. പ്രചയം ഗമിഷ്യതി. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അർജുനൻ എന്നൊരു ഉത്തമ പുരുഷനെ തെരഞ്ഞെടുത്തത്. ആ തം ധർമ്മം ഭഗവതാ യഥാ ഉപദിഷ്ടം, ആ ധർമ്മം ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതുപോലെ വേദവ്യാസഃ സർവജ്ഞോ ഭഗവാൻ ഗീതാഖ്യൈഹി സപ്തഭിഹി ശ്ലോകശതൈഹി ഉപനിബബന്ധ. സർവജ്ഞനായ ഭഗവാൻ വേദവ്യാസൻ ഗീത എന്ന പേരോടുകൂടി 700 ശ്ലോകങ്ങളെ കൊണ്ട് ഉപനിബന്ധനം ചെയ്തു, ബന്ധിച്ചു വെച്ചു മഹാഭാരത മധ്യേ. തദിദം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം. സമസ്ത വേദങ്ങളുടെയും അർത്ഥത്തിന്റെ സാരമായ സാരസംഗ്രഹമായിരിക്കുന്ന ഈ ഗീതാശാസ്ത്രം അറിയുവാൻ കുറച്ച് പ്രയാസമാണ്. ദുർവിജ്ഞേയാർത്ഥം, പലയിടത്തും സംശയങ്ങൾ ഉണ്ടാവാം, കൺഫ്യൂഷൻ ഉണ്ടാകാം. അതിന് നല്ല ആചാര്യന്മാരുടെ സഹായത്തോടുകൂടെ വേണം അത് അറിയാൻ, അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കാൻ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. തത് അർത്ഥ ആവിഷ്കരണായ അനേകൈഹി വിവൃത പദപദാർത്ഥ വാക്യാർത്ഥന്യായമപി. അതിന്റെ അർത്ഥത്തെ പ്രകാശിപ്പിക്കുവാനായിക്കൊണ്ട് അനേകരാൽ അതിന്റെ പദപദാർത്ഥങ്ങളൊക്കെ വാക്യാർത്ഥങ്ങളൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും, പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും അത്യന്ത വിരുദ്ധ അനേകാർത്ഥത്വേന ലൗകികൈഹി ഗൃഹ്യമാണം ഉപലഭ്യ. അവർ പറഞ്ഞതിൽ തന്നെ ഓരോരുത്തരും പറഞ്ഞത് പരസ്പര വിരുദ്ധങ്ങളായി, ഒരു ഭാഗത്ത് പറഞ്ഞതിനെ വേറൊരു ഭാഗത്ത് സ്വയം വിരുദ്ധമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ട് ഉപലഭ്യ അഹം വിവേകതഃ അർത്ഥനിർദ്ധാരണാർത്ഥം സംക്ഷേപതഃ വിവരണം കരിഷ്യാമി. ഞാൻ ഇതിനെ വേണ്ട പോലെ വിവേചനം ചെയ്തുകൊണ്ട് ഇതിന്റെ അർത്ഥത്തെ എടുത്തുയർത്തി കാണിക്കുവാൻ, എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനായിക്കൊണ്ട് സംക്ഷേപിച്ച് വിവരണം ചെയ്യാം. അസ്യ ഗീതാശാസ്ത്രസ്യ സംക്ഷേപതഃ പ്രയോജനം പരം നിശ്രേയസം. ഈ ഗീതാശാസ്ത്ര അധ്യയനം കൊണ്ട് ലഭിക്കുന്ന പരമമായിട്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നിശ്രേയസമാണ്, പരമമായ നിശ്രേയസം. എന്താണ് ഈ നിശ്രേയസം? സഹേതുകസ്യ സംസാരസ്യ അത്യന്ത ഉപരമലക്ഷണം. സംസാരത്തിന്റെ അത്യന്ത ഉപരമമാണ്. സംസാര ദുഃഖങ്ങൾ പൂർണ്ണമായി
ശമിക്കുന്നതായിട്ടുള്ള അതാണ് പ്രയോജനം. അത് സഹേതുകസ്യ സംസാരസ്യ എന്ന് പറഞ്ഞു. സംസാരത്തിന് കാരണം എന്താണ്? അവിദ്യയാണ്, അജ്ഞാനമാണ്. ഞാൻ ഈ ദേഹമാണെന്നുള്ള തെറ്റിദ്ധാരണയും അതിൽ നിമിത്തമായിട്ട് പിന്നെ വന്നു ചേരുന്ന മമതാബന്ധങ്ങളും, ഞാൻ ഈ ദേഹമാണെങ്കിൽ ഈ ദേഹത്തോട് ബന്ധപ്പെട്ടതൊക്കെ എൻ്റേതാണെന്നുള്ള മമതയും വന്നു ചേരും. അപ്പൊ ഞാനെന്നും എൻ്റേതെന്നുള്ളതാണ് അജ്ഞാനത്തിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഭാവം. ഈ ഞാനും എൻ്റേതുമാണ് ഈ ലോകത്തില് സംസാരത്തെ വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ സംസാരം നശിക്കണമെങ്കിൽ ഞാനും എൻ്റേതും പോകണം. ഞാനും എൻ്റേതും പോകണമെങ്കിൽ ഞാൻ ആരെന്ന് ശരിക്കും അറിയണം. ഞാൻ ഈ ദേഹമാണെന്ന് കരുതിയാൽ എൻ്റേതുണ്ടാവും. അപ്പൊ ഞാൻ ആരെന്ന് ശരിയായിട്ടുള്ള എൻ്റെ സ്വത്വത്തെ, എൻ്റെ സ്വരൂപത്തെ അറിയണം. അതറിയുന്നതോടുകൂടി, ആ ജ്ഞാനം ഉണ്ടാകുന്നതോടുകൂടി അജ്ഞാനം നശിക്കും. അപ്പൊ തച്ച ആ സംസാരനാശനം അഥവാ നിശ്രേയസമാകട്ടെ സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാന നിഷ്ഠാരൂപാത് ധർമാത് ഭവതി. ആ സംസാരത്തിന്റെ അത്യന്ത ഉപരതി ഉണ്ടാകുന്നത് സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠ കൊണ്ടാണ്. ആത്മജ്ഞാന നിഷ്ഠ ഉറയ്ക്കുമ്പോൾ തന്നെ കർമ്മങ്ങളെല്ലാം കൊഴിഞ്ഞു പോകും അവരിൽ നിന്ന്. അഥവാ എന്തെങ്കിലും കർമ്മങ്ങൾ അവരുടെ ശരീരം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നു എന്ന ഭാവം അവർക്ക് ഒട്ടും ഉണ്ടാവില്ല. മഹാത്മാക്കൾ കർമ്മം ചെയ്യുമ്പോഴും അവർ ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടുകൂടി ചെയ്യുന്നില്ല. അപ്പൊ ആർക്കൊക്കെ കർമ്മം ചെയ്യുന്നതിൽ ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനമുണ്ടോ അവരൊന്നും മുക്തരായിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും സംസാരികൾ തന്നെയാണ്. ആർക്ക് തങ്ങൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും ചെയ്യാനില്ല അവർക്ക്. കാരണം ഒന്നും നേടാനില്ല, ഒന്നും പ്രൂവ് ചെയ്യാനില്ല ലോകത്തിൽ, ആരോടും ഒന്നും സ്ഥാപിക്കാനില്ല. അതുകൊണ്ട് അവർ ശിവനേന്ന് ഇരിക്കുന്നു, അവർ തപസ്സിൽ മുഴുകിയിരിക്കുന്നു, അന്തർമുഖരായിരിക്കുന്നു, ഒന്നും ചെയ്യാതിരിക്കുന്നു, അവധൂതന്മാരായിരിക്കുന്നു, നൈഷ്കർമ്മ്യ സിദ്ധി എന്നൊരവസ്ഥയിലിരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും നേടാൻ ഇല്ല, എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും നഷ്ടപ്പെടാനും ഇല്ല. ആ അവസ്ഥയിലേക്ക് എത്തുന്നു. നൈവതസ്യ കൃതേനാർത്ഥഃ നാകൃതേനൈഹ കശ്ചന എന്നൊക്കെ ഇനി ഗീതയില് പറയും. അവന് കൃതേന അർത്ഥഃ നൈവ, ചെയ്തത് കൊണ്ടൊരു പ്രയോജനവുമില്ല, ന അകൃതേന, ചെയ്യാത്തത് കൊണ്ടൊരു നഷ്ടവും അവന് ഇല്ല. ആ ഒരവസ്ഥയെ പ്രാപിച്ച രമണ മഹർഷിയെ പോലെ, തപോവനസ്വാമികളെ പോലെ, മഹാത്മാക്കളൊക്കെ എങ്ങനെ ഇരുന്നിരുന്നുവോ, ചട്ടമ്പി സ്വാമികളെ പോലെ, നാരായണ ഗുരുദേവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും മമത ഇല്ലാതെ ചെയ്തുവെങ്കിൽ, അതുപോലെ രാമകൃഷ്ണ പരമഹംസരെ പോലെ മഹാത്മാക്കളൊക്കെ അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് രമണ മഹർഷി തന്നെ സമീപിക്കുന്നവരോടും മോക്ഷത്തിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ചുമ്മാ ഇര്, ശിവനേണ്ണിര് എന്ന് പറയും. പക്ഷെ ഇരിക്കാൻ പറ്റുമോ സാധാരണക്കാർക്ക്? ഈ വാസനാ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ശിവനേന്ന് ഇരിക്കാൻ പറ്റുമോ? ഇരിക്കപ്പൊറുതി ഉണ്ടാവുമോ? നഷ്ടബോധങ്ങൾ ഉണ്ടാവും. അപ്പൊ നഷ്ടബോധങ്ങൾ ഉള്ളിടത്തോളം കാലം എന്ത് നഷ്ടപ്പെടുമെന്ന് കരുതുന്നുവോ അത് ആർജിക്കാനുള്ള പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ആർജിച്ച് എന്തുദ്ദേശിച്ചുവോ അത് നേടിക്കഴിയുമ്പോൾ മനസ്സിലാകും ഇതിലല്ല താൻ ഉദ്ദേശിച്ച ലക്ഷ്യമിരിക്കുന്നത്, ഇതായിരുന്നില്ല തൻ്റെ ലക്ഷ്യം, ഇതുകൊണ്ട് താൻ ഉദ്ദേശിച്ചത് കിട്ടിയില്ല എന്ന് ബോധ്യം വരും. അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ ഉള്ളിലുള്ളിടത്തോളം കാലം ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത് വരെ അയാൾ ഓടിക്കൊണ്ടേയിരിക്കും. എന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യം വരണോ, ഞാൻ എത്ര ഓടിയാലും ഒരിടത്തും എത്താൻ പോകുന്നില്ല. നജാതു കാമാൻ കാമാനാം നജാതു കാമാഹ കാമാനാം ഉപഭോഗേന ശാമ്യതേ ഹവിഷ കൃഷ്ണവർമ്മേവ ഭൂയയേവ വിവർദ്ധതേ എന്ന് എപ്പോ ബോധ്യം വരുന്നുവോ അപ്പൊ മാത്രമേ യയാതി താൻ മകനിൽ നിന്ന് കടം വാങ്ങിയ യൗവനം തിരിച്ചേൽപ്പിച്ച്
വനത്തിലേക്ക് പോയില്ലേ, അതുപോലെ പോകാറാവുള്ളൂ. മതിയായി എന്ന് തോന്നൽ വരുള്ളൂ. അങ്ങനെ മതിയാവുമ്പോഴേ രമണ മഹർഷി പറഞ്ഞതുപോലെ ചുമ്മാ എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊരു പാകത വരാനുണ്ട്. വെറുതെ ചുമ്മാ ഇരിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല. അതിനാണ് പ്രവൃത്തി ധർമ്മം. അവർക്കുള്ളതാണ് പ്രവൃത്തി മാർഗം. ചുമ്മാ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇരുത്തത്തിൽ ഇരിക്കാൻ പറ്റിയവര് നിവൃത്തി മാർഗത്തിൽ പോകാം. ഇരിക്കാൻ പറ്റുന്നവര് ഇരിക്കട്ടെ. അവർക്ക് നഷ്ടബോധമൊന്നും ഇല്ലെങ്കിലേ ഇരിക്കാൻ പറ്റുള്ളൂ. അവർക്ക് അസ്വസ്ഥതകളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയോ വെട്ടിപ്പിടിക്കണം, എന്തൊക്കെയോ അനുഭവിക്കണം എന്നുള്ളില് വാസനയുണ്ടെങ്കിൽ, ഉള്ളില് ബീജമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും പൊട്ടിമുളയ്ക്കും. ആ ബീജം നശിക്കണം, വാസന നശിക്കണം. അത് വിവേക വിചാരം കൊണ്ട് നശിക്കണം. നിരന്തരമായിട്ടുള്ള ഓരോ അനുഭവങ്ങളെയും വേണ്ട രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ, അതിനാണ് പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃത കൃതേന എന്ന് ഉപനിഷത്ത് പറഞ്ഞത്. അവനവന്റെ ജീവിത അനുഭവങ്ങളെ നിരന്തരം വിമർശനപൂർവകം കണക്ക് കൂട്ടി, ലാഭമോ നഷ്ടമോ എന്ന് കണക്ക് കൂട്ടി ഓരോ കർമ്മം ചെയ്യുമ്പോഴും കിട്ടുന്ന ഫലത്തെക്കുറിച്ച് വിചാരം ചെയ്യുക. ഇതുകൊണ്ട് ഞാൻ എന്ത് നേടി, ഇതുകൊണ്ട് ഞാൻ എന്ത് നേടി, ഞാൻ ഇതുകൊണ്ട് തൃപ്തനായോ, സന്തുഷ്ടനായോ, ഇനി എനിക്ക് എന്തെങ്കിലും കുറവ് അനുഭവപ്പെടുന്നുണ്ടോ, ഞാൻ ഉദ്ദേശിച്ചത് നേടിയിട്ടും പിന്നെയും ഞാൻ ദരിദ്രനാണോ, പിന്നെയും എൻ്റെ ഉള്ളിൽ അപൂർണതാബോധമുണ്ടോ എന്നിങ്ങനെ നിരന്തരം ചിന്തിക്കണം. അപ്പൊ ഇനി എന്ത് നേടിയാൽ എനിക്ക് അപൂർണത പോകും, എനിക്ക് പൂർണ്ണത കൈവരിക്കാൻ പറ്റും. ഇങ്ങനെ നോക്കുമ്പോൾ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ ലിസ്റ്റിട്ട് നേടിയാലും ഒരിക്കലും നമ്മൾ പൂർണ്ണതയെ പ്രാപിക്കാൻ പോകുന്നില്ല എന്ന് ബോധ്യം വരും. ആ ബോധ്യം വരുമ്പോഴേ അടങ്ങുള്ളൂ. അതുവരെ ഓടിക്കൊണ്ടേയിരിക്കും, ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഓടാനുള്ള എന്താ പറയുക, ഫ്യൂവൽ ഉള്ളവർക്ക് പ്രവൃത്തി മാർഗം, ആ ഫ്യൂവൽ കത്തിച്ച് കളഞ്ഞവർക്ക്, ഇന്ധനമില്ലാത്തവർക്ക് നിവൃത്തി മാർഗം. അപ്പൊ ആരുടെ ഉള്ളിലൊക്കെ ഇന്ധനമുണ്ടോ അവിടെ പുകഞ്ഞോണ്ടിരിക്കും. ഉള്ളിൽ ഇന്ധനമുണ്ടെങ്കിൽ ഓടാനുള്ള പ്രേരണ ഉണ്ടായിരിക്കും. ഇന്ധനം കഴിഞ്ഞാൽ വണ്ടി നിൽക്കും. ഏതാ ഇവിടുത്തെ ഇന്ധനം? വാസനാ ഇന്ധനം, രാഗദ്വേഷങ്ങളാകുന്ന ഇന്ധനം. അത് തീരണം. അത് തീരുന്നത് വരെ ഓടിയേ പറ്റൂ. അപ്പോ അതാണ് ഇവിടെ പറഞ്ഞത്. ആത്മജ്ഞാന നിഷ്ഠാരൂപാത് ധർമാത് ഭവതി ആ നിശ്രേയസം. ഇനി തഥാ ഇമമേവ ഗീതാർത്ഥം ധർമ്മം ഉദ്ദിശ്യ ഭഗവതായേവ ഉക്തം സഹി ധർമ്മ സുപര്യാപ്തോ ബ്രഹ്മണ പദവേദനേ ഇതി അനുഗീതാസു. ഭാഷ്യകാരൻ അതിനെ സ്ഥാപിക്കുകയാണ്. അപ്രകാരം തന്നെ തഥാ ഇമമേവ ഗീതാർത്ഥം ധർമ്മമുദ്ദിശ്യ, ഇതാണ് ഗീതാർത്ഥമായ ധർമ്മം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട്, ഇതാണ് ഗീതയിലെ പ്രതിപാദ്യ വിഷയം, ഗീതയുടെ പരമമായിട്ടുള്ള പ്രയോജനം, ആ പരമനിശ്രേയസമാണ്, സർവകർമ്മ സന്യാസ നിഷ്ഠാപൂർവകമായിട്ടുള്ള ആത്മജ്ഞാന നിഷ്ഠയാണ്. അതിനെ ഉദ്ദേശിച്ച് ഭഗവതാ ഏവ ഉക്തം, ഭഗവാൻ തന്നെ പിന്നെയും പറയുന്നുണ്ട്. എവിടെ? അനുഗീതാസു എന്ന് പറയുന്നുണ്ട്. അനുഗീതാസു എന്ന് പറഞ്ഞാല് അനുഗീതകളിൽ, അനുഗീതകളിൽ എന്ന് പറഞ്ഞാൽ പിന്നൊരു ഗീത ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഗീതയുടെ പേരാണ് അനുഗീത. അപ്പൊ അതിൽ ഭഗവാൻ എന്ത് പറഞ്ഞു? സഹി ധർമ്മ സുപര്യാപ്തോ ബ്രഹ്മണ പദവേദനേ ഇതി. ആ ധർമ്മം തന്നെ സുപര്യാപ്തമാണ്. ബ്രഹ്മണ പദവേദനേ, ബ്രഹ്മത്തിന്റെ തലം, തത്വം അറിയാൻ, ബ്രഹ്മത്തെ അറിയാൻ ഗീതയിൽ പറഞ്ഞ, ഭഗവത്ഗീതയിൽ പറഞ്ഞ കാര്യം തന്നെ ധാരാളം മതി എന്ന് ഭഗവാൻ അർജുനനോട് പറയുകയാണ്. എന്താ സന്ദർഭം അനുഗീത എന്ന് പറഞ്ഞത്?
അനുഗീത എന്ന് പറഞ്ഞത് മഹാഭാരത യുദ്ധം എല്ലാം കഴിഞ്ഞ ശേഷം യുധിഷ്ഠിരനെ രാജാവാക്കിയ ശേഷം അർജുനനും ഭഗവാനും കൂടെ കുറെ തീർത്ഥാടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ നിന്ന് യുധിഷ്ഠിരനെ കൊണ്ട് അശ്വമേധയാഗങ്ങൾ നടത്തിക്കുന്നുണ്ട്. താൻ ചെയ്ത ഈ യുദ്ധത്തിലൂടെ ചെയ്തതായിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും എല്ലാ ഹിംസയ്ക്കും പരിഹാരമായിട്ട് ഒരു 3 അശ്വമേധയാഗങ്ങൾ ഭഗവാൻ നടത്തിക്കും യുധിഷ്ഠിരനെ കൊണ്ട്. ആ കാര്യം വിവരിക്കുന്ന പർവമാണ് ഭഗവത്ഗീതയിലെ ആശ്വമേധിക പർവം. അപ്പൊ ആ ആശ്വമേധിക പർവത്തിലാണ് ഈ അശ്വമേധയാഗങ്ങൾ കഴിഞ്ഞ് തീർത്ഥാടനമെല്ലാം കഴിഞ്ഞ് അർജുനനും കൃഷ്ണനും കൂടി ലോകം മുഴുവൻ കറങ്ങി തിരിച്ചു വന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുമ്പോൾ അർജുനൻ ഭഗവാനോട് ചോദ്യം ചെയ്യുകയാണ്. ഭഗവാനെ, അന്ന് യുദ്ധരംഗത്ത് വെച്ച് അങ്ങ് ഉപദേശിച്ചതായിട്ടുള്ള ഗീത ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ? അന്ന് എനിക്ക് ആ ഒരു സംഘർഷത്തിൽ കേട്ടതുകൊണ്ട് എല്ലാം വേണ്ടതുപോലെ അങ്ങോട്ട് ഉൾക്കൊള്ളാനോ ഓർമ്മ വയ്ക്കാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറഞ്ഞു തരണം എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൊ ഭഗവാൻ അർജുനനോട് ദേഷ്യപ്പെടുന്ന പോലെ അഭിനയിക്കും. അന്ന് പറഞ്ഞതൊന്നും ഇന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും. അന്ന് നീ മര്യാദയ്ക്ക് കേട്ടില്ല, നീ എന്താ പറയാ മൂഢനാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അർജുനനെ കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അവിടെ. ആ ഭാഗം ഒന്ന് വായിക്കാം. ഭഗവാൻ അർജുനനെ നിന്ദിക്കുന്ന, അല്ലെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ വേണ്ട പോലെ ഉൾക്കൊണ്ടില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു ഭാഗമുണ്ട് ഈ ആശ്വമേധിക പർവത്തിലെ 16-ാം അധ്യായം മുതൽ 16-ാം അധ്യായത്തിലെ 9 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളാണത്. ശ്രാവിതസ്ത്വം മയാ ഗുഹ്യം ജ്ഞാപിതശ്ച സനാതനം ധർമ്മം സ്വരൂപിണം പാർത്ഥ സർവലോകാംശ്ച ശാശ്വതാൻ അബുദ്ധ്യാനാഗ്രഹീഹി യസ്ത്വം തന്മേ സുമഹദപ്രിയം ന ച സാദ്യ പുനർഭൂയഃ സ്മൃതിർമേ സംഭവിഷ്യതി. നൂനം അശ്രദ്ധദാനോസി ദുർമേധാഹ്യസി പാണ്ഡവ ന ച ശക്യം പുനർവക്തും അശേഷേണ ധനഞ്ജയ സഹി ധർമ്മ സുപര്യാപ്തോ ബ്രഹ്മണ പരവേദനേ ന ശക്യം തന്മയാ ഭൂയഃ തഥാ വക്തുമശേഷതഃ പരം ഹി ബ്രഹ്മ കദിദം യോഗയുക്തേന തന്മയാ. അവിടെ അനുഗീതാ ഭാഗത്ത് ഭഗവാൻ പറയണ അർജുനനോട്, ആ രഹസ്യം, സനാതനമായിട്ട് രഹസ്യം നിന്നെ ഞാൻ കേൾപ്പിച്ചതാണ്. ശ്രാവിതഃ ത്വം മയാ ഗുഹ്യം സനാതനം ജ്ഞാപിതശ്ച ധർമ്മം. ആ ധർമ്മത്തെ ഞാൻ നിനക്ക് അറിയിപ്പിച്ചതാണ്. സ്വരൂപിണം, എന്റെ തന്നെ രൂപമായിരിക്കുന്ന ധർമ്മത്തെ, സർവലോകാംശ്ച ശാശ്വതാൻ, എല്ലാ ലോകങ്ങളെ കുറിച്ചുള്ള അറിവും നിനക്ക് തന്നതാണ്. എന്നാൽ അബുദ്ധ്യാ ന അഗ്രഹീഹീയഃ ത്വം, യാതൊരു നീ ബുദ്ധിയില്ലാത്തത് കൊണ്ട് അതിനെ വേണ്ട രീതിയിൽ ഗ്രഹിച്ചില്ല. തന്മേ സുമഹത് അപ്രിയം, അതെനിക്ക് വലിയ അപ്രിയമാണ്. നീ ചെയ്തത് എനിക്കിഷ്ടമായില്ല കേട്ടോ, നീ അന്ന് വേണ്ടതുപോലെ ഗ്രഹിച്ചില്ല എന്നുള്ളത് എനിക്ക് അപ്രിയമാണ്. സുമഹത് അപ്രിയം നചസാ അദ്യ പുനർഭൂയഃ സ്മൃതിർമേ സംഭവിഷ്യതി. സാ സ്മൃതി അദ്യ ഭൂയഃ നമേ സംഭവിഷ്യതി. ആ സ്മൃതി എനിക്കിപ്പോ വീണ്ടും വരുന്നില്ല, അതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നർത്ഥം. അന്ന് പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല. നൂനം അശ്രദ്ധദാനോസി ദുർമേധാഹ്യസി പാണ്ഡവ, നീ ദുർമേധയാണ്, ദുഷിച്ച ബുദ്ധിയാണ്, നീ അശ്രദ്ധദാനനാണ്, നീ ശ്രദ്ധയെ ധരിച്ചില്ല അന്ന് പാണ്ഡവ. നച ശക്യം പുനർവക്തും അശേഷേണ ധനഞ്ജയ, അതൊക്കെ മുഴുവൻ പറയാൻ ഇപ്പൊ എന്നെ കൊണ്ടാവില്ല. അശേഷേണ വക്തും നച ശക്യം സഹി ധർമ്മ സുപര്യാപ്തോ ബ്രഹ്മണ പദവേദനേ. അന്ന് ഞാൻ പറഞ്ഞ അതേ ഗീത തന്നെ മതിയായിരുന്നു നിനക്ക് ബ്രഹ്മപദം അറിയാൻ. ആ
ന ശക്യം തന്മയാ ഭൂയഃ തഥാ വക്തുമശേഷത. അതിനെ വീണ്ടും അതുപോലെ തന്നെ പറയാൻ എനിക്കിപ്പോ പറ്റില്ല. പരം ഹി ബ്രഹ്മകഥിതം യോഗയുക്തേന തന്മയാ. ആ പരംബ്രഹ്മ യോഗയുക്തനായ എന്നാൽ അന്ന് വേണ്ടതുപോലെ പറയപ്പെട്ടു. അന്ന് നീ വേണ്ടതുപോലെ ഗ്രഹിച്ചില്ല. അത് മതിയായിരുന്നു നിനക്ക് ജീവിതം മുഴുവനുള്ള ധനമായിട്ട് നിന്നെ പരമപദത്തിൽ എത്തിക്കാൻ. അപ്പൊ ബ്രഹ്മവിദ്യ അന്ന് ഞാൻ ഉപദേശിച്ചതാണ്. അതുകൊണ്ട് നിനക്ക് ബ്രഹ്മപദം പ്രാപിക്കാമായിരുന്നു. പക്ഷെ നീ അന്ന് അശ്രദ്ധദാനനായിരുന്നു, ദുർമേധാവായിരുന്നു. അതുകൊണ്ട് നീ വേണ്ടതുപോലെ ഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഗീത. ആ ഗീതയുടെ പേരാണ് അനുഗീത. അനുഗീത എന്ന് പറഞ്ഞാൽ ഗീതയുടെ തുടർച്ചയായ ഗീത എന്നർത്ഥം. ആദ്യം പറഞ്ഞ ഗീതയുടെ ശ്രീമദ് ഭഗവത്ഗീതയിലെ ഗീതയുടെ തുടർച്ച ഗീത. അപ്പോൾ ഈ ഗീതയെക്കാളും വലിയ ഗീതയാണ് അവിടെ പറഞ്ഞത്. അശ്വമേധിക പർവ്വത്തിൽ പറഞ്ഞ ഗീത, ഭഗവാൻ ഉപദേശിച്ച അനുഗീത, അത് 21ഓളം അധ്യായങ്ങളോ മറ്റുണ്ട്. വലിയ ഗീതയാണ്. 1000-ൽ പരം ശ്ലോകങ്ങളുണ്ട്. ഇതിനേക്കാൾ ഇതിൽ 700 ശ്ലോകങ്ങളേ ഉള്ളൂവെങ്കിൽ അവിടെ അനുഗീതയിൽ 1000-ൽ പരം ശ്ലോകങ്ങളുണ്ട്. അവിടെ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം ഭഗവാൻ എന്നാണെങ്കിൽ, ഇതൊക്കെ ഒരു വ്യാസന്റെ സങ്കേത പ്രയോഗങ്ങളാണ്. ഭഗവാൻ അർജുനനെ കുറ്റപ്പെടുത്തുന്നത് പോലെ അവതരിപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അന്ന് അർജുനൻ എന്തിനധികാരിയായിരുന്നു? പ്രവൃത്തി ധർമ്മത്തിന് അധികാരിയായിരുന്നു. ഇന്നിപ്പോ ഇത്രയും കഴിഞ്ഞു. മഹാഭാരത യുദ്ധം കഴിഞ്ഞു, അശ്വമേധയാഗങ്ങൾ കഴിഞ്ഞു, തീർത്ഥയാത്രകൾ കഴിഞ്ഞു. അർജുനൻ മനസ്സുകൊണ്ട് ഇപ്പൊ കുറെ പക്വത ആർജിച്ചു കഴിഞ്ഞു. അന്നത്തെ അർജുനനല്ല, യുദ്ധരംഗത്ത് നിന്നിരുന്ന അർജുനനല്ല ഇപ്പോ ഈ തീർത്ഥാടനമടക്കം കഴിഞ്ഞു വന്നിരിക്കുന്ന അർജുനൻ ഇപ്പോ എല്ലാറ്റിലും ഒരു പക്വത വന്നു, മനസ്സിരുത്തം വന്നു, അന്ധകരണ ശുദ്ധി വന്നു. അദ്ദേഹത്തിന് എന്താ പറയുക, ലോകത്തിന്റെ പരിമിതി മനസ്സിലാക്കി. ഇപ്പൊ ഈ യുദ്ധം ചെയ്ത് ഈ ലോകങ്ങളൊക്കെ നേടി, അല്ലെങ്കിൽ അധികാരമൊക്കെ നേടി, ഏട്ടനിപ്പോ രാജാവായിരിക്കുന്നുണ്ട്. അതുകൊണ്ടും ഇപ്പൊ പഴയ തന്നിൽ നിന്ന് വലിയ മെച്ചമൊന്നും ഇപ്പൊ ഉണ്ടായിട്ടില്ല അല്ലെ. ഭൗതികമായിട്ടുള്ള ചെറിയ സാഹചര്യങ്ങളൊക്കെ മാറിയെങ്കിലും ആന്തരികമായിട്ടുള്ള തൻ്റെ എന്താ പറയുക സ്വസ്ഥത, ശാന്തി, സ്വാതന്ത്ര്യം, അതൊന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല. അപ്പോ എന്ത് നേടിയാലാണ് ആ ശാന്തി തനിക്ക് നേടാൻ കഴിയുക എന്നുള്ള ഒരു ശരിയായ ബ്രഹ്മജിജ്ഞാസ ഇപ്പോഴാണ് അർജുനനിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അർജുനൻ എനിക്ക് ഒരിക്കൽ കൂടെ അത് പറഞ്ഞു തരണം എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള ബ്രഹ്മജിജ്ഞാസയോട് കൂടിയിട്ടാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? അന്ന് പറഞ്ഞതല്ല ഇന്ന് ഇവിടെ പറയേണ്ടത്. ഇന്ന് ഇനി ഞാൻ പറയുന്നതിന്റെ ടോൺ ഒന്ന് മാറ്റും. അന്ന് പറഞ്ഞത് അതുപോലെ പറയേണ്ട ആവശ്യമില്ല. അത് ആ സാഹചര്യത്തിൽ നിന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ സാഹചര്യം മാറി, നിന്റെ ഉള്ളിലുള്ള വ്യക്തിത്വം മാറി. ഇപ്പൊ നിനക്ക് വേണ്ട മരുന്ന് വേറെയാണ്. വൈദ്യന്മാര് രോഗത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് മരുന്ന് മാറ്റില്ലേ അല്ലേ? രോഗം തീവ്രമായാൽ മരുന്ന് കൂട്ടും, രോഗം കുറഞ്ഞാൽ മരുന്ന് കുറയ്ക്കും ഇല്ലേ? അപ്പൊ അതുപോലെയാണ് അർജുനന്റെ കുറെ രോഗങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ അർജുനന് വേണ്ട ഡോസ് വേറെയാണ്. ഇപ്പൊ അർജുനന് നിവൃത്തി ധർമ്മമാണ് ഉപദേശിക്കേണ്ടത്. അന്ന് പ്രവൃത്തി ധർമ്മമാണ് അർജുനന് ഉപദേശിച്ചത്. എന്ന് പറഞ്ഞാൽ അർജുനൻ അന്ന് അധികാരി അതിനായിരുന്നു. അപ്പൊ അതില് അർജുനന് കർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത്, സ്വധർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത്, കർമ്മണ്യേവ അധികാരഹത്തെ എന്നൊക്കെ പറഞ്ഞ്, സ്വധർമ്മം അഭിചാപേക്ഷ ന വികമ്പിതും അർഹസി എന്നൊക്കെ പറഞ്ഞ് സ്വധർമ്മത്തിന് പ്രാധാന്യം പറഞ്ഞുകൊണ്ട് അർജുനനെ ഉപദേശിച്ചു. അന്ന് അർജുനന്റെ പക്വത അത്രയായിട്ടുള്ളൂ. അന്ന് കർമ്മയോഗി, പ്രവൃത്തി ധർമ്മം അനുഷ്ഠിക്കാനാണ് അർജുനൻ അധികാരി. നൗ അർജുന മെച്ചോർഡ്.
ആ കർമ്മയോഗം അനുഷ്ഠിച്ച് അതിലൂടെ നേടേണ്ടതായിട്ടുള്ള പാകത, ചിത്തശുദ്ധി നേടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി അതേ ഉപദേശം വേണ്ട. അന്ന് പഠിച്ച കാര്യങ്ങൾ തന്നെയല്ല വേണ്ടത്. മെട്രിക്കുലേഷനിൽ പഠിച്ചത് തന്നെ പിന്നെയും ഡിഗ്രിക്കും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അല്ലെങ്കിൽ ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ പഴയതല്ല, പുതിയ സിലബസാണ്. അതുപോലെ ഇവിടെ സിലബസ് ഒന്ന് മാറ്റുന്നുണ്ട് ഭഗവാൻ. അതാണ് അനുഗീത. അപ്പോൾ ഈ അനുഗീതയിലെ മുഖ്യമായിട്ടും നിവൃത്തിധർമ്മമാണ്. അപ്പോൾ നിവൃത്തിധർമ്മം പറയുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ആ ഗീതയിലും ഞാൻ ഈ നിവൃത്തിധർമ്മം പറഞ്ഞതാണ്. അന്ന് നീ ദുർമേധ ആയിരുന്നു, ശരിയായിരുന്നു. ദുർമേധ ആയിരുന്നത് കൊണ്ട് തന്നെ അന്ന് നിവൃത്തിധർമ്മത്തെ സ്വീകരിക്കാൻ പക്വതയില്ലാതിരുന്നത് കൊണ്ട് അത് സ്വീകരിച്ചില്ല. ഭഗവാൻ വേണമെങ്കിൽ യഥേച്ഛസി തഥാ കുരു എന്ന് ഓപ്ഷൻ കൊടുത്തിരുന്നു, ഗീത മുഴുവൻ പറഞ്ഞിട്ട്, അല്ലേ? ഭഗവത്ഗീത മുഴുവൻ പറഞ്ഞിട്ട് ഭഗവാൻ എന്താ പറഞ്ഞത്? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി നിനക്ക് ഇച്ഛ പോലെ ചെയ്യാം, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന്. അപ്പൊ അന്ന് വേണ്ട രീതിയിൽ അർജുനൻ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് നിവൃത്തിക്ക് യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സന്തോഷമായിട്ട് നിവൃത്തനായി പോയിട്ടുണ്ടാവും, തിരിഞ്ഞു നോക്കാതെ ഹിമാലയത്തിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോ അദ്ദേഹത്തിന് ആ നിവൃത്തിക്കുള്ളതായിട്ടുള്ള പാകത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പ്രവൃത്തിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ആ യുദ്ധം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അദ്ദേഹം ശരിക്കും നിവൃത്തിക്ക് അധികാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും യുദ്ധം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. എത്ര നിർബന്ധിച്ചാലും ചെയ്യില്ലായിരുന്നു. പക്ഷെ അർജുനൻ അത് ചെയ്തത് എന്തുകൊണ്ട്? അർജുനന് അപ്പോ രജോ ഗുണം നല്ലോണം ഉണ്ടായിരുന്നു, ചിത്തശുദ്ധി വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ യുദ്ധം ചെയ്ത് തൻ്റെ ഉള്ളിലുള്ള വാസനകളെ ക്ഷയിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് നിവൃത്തിയിലേക്കുള്ള അധികാരി ആവുള്ളൂ. അതുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്തു. ഇപ്പോ ഈ പാകത വന്ന അർജുനനോട് ഇനി അതേ യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ അർജുനൻ ചിലപ്പോൾ ചെയ്തില്ല എന്ന് വരും. ഇപ്പൊ ഈ അനുഗീത പറയുന്ന അർജുനനോട് പഴയ യുദ്ധം ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയും. രണ്ടും രണ്ട് തലമാണ്. അർജുനന്റെ മെച്യൂരിറ്റി വ്യത്യാസമുണ്ട്, തിരിച്ചറിയുക. നമ്മൾ പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മളോട് ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കുവോ, നമ്മൾ ചെയ്യുവോ? അന്നെന്തോ ഞാൻ വിവരക്കേടുകൊണ്ട് അതൊക്കെ ചെയ്തു, ഇനി ഞാൻ ആ പണിക്കില്ല എന്ന് നമ്മൾ പറയില്ലേ? അന്നത്തെ എന്റെ വിവരക്കേടായിരുന്നു എന്ന്. ഇപ്പോ അർജുനനോട് ചോദിച്ചാൽ അർജുനനും അത് തന്നെയാ പറയുക. അന്നത്തെ എന്റെ വിവരക്കേടുകൊണ്ട് ഞാൻ അങ്ങയുടെ ഗീതാ വ്യാഖ്യാനത്തെ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഞാൻ യുദ്ധം ചെയ്തു. ഇപ്പോ എനിക്ക് അതിന് താല്പര്യമില്ല, ഇനി ഒരു യുദ്ധത്തിനും ഞാനില്ല എന്ന് അർജുനൻ പറയും. ഇനി ഒരു യുദ്ധത്തിന് എന്നെ വിളിക്കണ്ട എന്ന്, ഞാൻ ആരെയും വിളിക്കില്ല, എന്നെ ആരും വിളിക്കണ്ട എന്ന് അർജുനൻ പറയും. കാരണം അർജുനൻ കണ്ടു. എന്ത് കണ്ടു? ആ സ്ത്രീകളുടെ കരച്ചിൽ. ഈ യുദ്ധം കഴിഞ്ഞിട്ടാണ് സ്ത്രീ പർവം എന്ന പർവ്വത്തില് എത്രയോ സ്ത്രീകൾ കരയുന്ന കരച്ചിൽ നേരിട്ട് കണ്ടതാ. അത് കണ്ടിട്ട് ഇനിയും ഒരു യുദ്ധത്തിന് അർജുനൻ മെനക്കെടുവോ? അതിൻ്റെയൊക്കെ പരിമിതിയും മനസ്സിലായില്ലേ? ഇത്രയൊക്കെ ആളുകളെ കൊന്നിട്ട് നേടിയിട്ട് എന്താണ് ഇപ്പൊ നേടിയത്? പക്ഷെ അദ്ദേഹത്തിന് ഒരു തൃപ്തിയുണ്ട്. എന്ത്? ധർമ്മ സംസ്ഥാപനം. അതിന് ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമായി. താൻ ക്ഷത്രിയനായിരുന്നു, തൻ്റെ കഴിവുകളെ താൻ ദുഷ്ടന്മാരായ ദുര്യോധനാദികളെ നശിപ്പിച്ച് തൻ്റെ ജ്യേഷ്ഠൻ ഉത്തമനായിട്ടൊരു ക്ഷത്രിയ ഗുണമെല്ലാം തികഞ്ഞ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തെ ഭരണത്തിലേക്ക് സ്ഥാപിക്കുവാനായിക്കൊണ്ട് തൻ്റെ കഴിവുകളെ താൻ ഉപയോഗിച്ചു. എല്ലാം ഈശ്വരന്റെ നിയോഗം. അതിൽ പുണ്യപാപങ്ങളൊന്നും എനിക്ക് ബാധകമല്ല. ഞാൻ ഒരു ക്ഷത്രിയ വീരൻ, എൻ്റെ ഡ്യൂട്ടി ചെയ്തു. അല്ലെ? നമ്മുടെ പട്ടാളക്കാര് പാകിസ്ഥാനികളെ വെടിവെച്ച് കൊന്നാൽ അവര് നരകത്തിൽ പോകുമോ? ഒരിക്കലുമില്ല. അതിന്റെ പേരിൽ അവർക്ക് നരകത്തിൽ പോകേണ്ടി വരില്ല. അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. എത്ര തീവ്രവാദികളെ വെടിവെച്ച് കൊന്നാലും അവർ നരകത്തിലേക്ക് പോകില്ല. അവരാ ബോധത്തോടു കൂടിയാ ചെയ്യണതെങ്കിൽ. കാരണം അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ശത്രുതയില്ല. പാകിസ്ഥാനികാരൻ ഇവിടെ കേരളത്തിൽ നിന്ന് പോയ പട്ടാളക്കാരന് ശത്രുവൊന്നുമല്ല, നേരിട്ട് രാജ്യത്തിന്റെ ശത്രുവാണ്.
രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി താൻ ഭടനായി രാജ്യത്തിന്റെ ചെലവിൽ തന്റെ ജീവിതം നയിക്കുന്നവനാണ്. അപ്പൊ തന്റെ ഉത്തരവാദിത്വമാണ് മറ്റൊരു ശത്രു രാജ്യം ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാകുമ്പോൾ, അവിടുത്തെ തീവ്രവാദികൾ നിരന്തരം ഇവിടേക്ക് ആക്രമിച്ചു വരുമ്പോൾ അവരെ എത്ര പേര് വന്നാലും വെടിവെച്ച് കൊല്ലുക എന്നുള്ളത്. ആ വെടിവെച്ച് കൊന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും നരകത്തിൽ പോകാൻ പോകുന്നില്ല എന്ന് അവന് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനെക്കുറിച്ച് അവൻ ഭയപ്പെട്ടുകൊണ്ടിരുന്നാൽ ഒരിക്കലും അവന് അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അയ്യോ ഞാൻ നരകത്ത് പോവോ, ഞാൻ നരകത്ത് പോവോ, ഞാൻ നരകത്ത് പോവോ എന്ന് പറഞ്ഞ് അവൻ തോക്കും പിടിച്ച് നിന്നാൽ അവൻ നരകത്ത് തന്നെ പോകും. അവനിട്ട് വെടിവെക്കൂല്ല. അവനെ പാകിസ്ഥാനികൾ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും, എന്നിട്ട് നരകത്തിലേക്ക് പോകും. അപ്പൊ അർജുനനെ സംബന്ധിച്ച് അന്ന് ചെയ്യേണ്ടത് ചെയ്തു, അതിന്റെ ദുരന്ത ഫലങ്ങളൊക്കെ കണ്ടു. ഇനി ഇതുപോലൊരു സാഹചര്യം ഉണ്ടാക്കാതിരുന്നാൽ മതി. അന്ന് ആ സാഹചര്യത്തിലേക്ക് താൻ വലിച്ചഴക്കപ്പെട്ടതാണ്. തന്റെ വാസനയും കൂടി, താൻ കൂടി അതിൽ മുമ്പിൽ നിന്നിട്ടുണ്ട്. താനാണ് അതിൽ മുഖ്യ കഥാപാത്രം. താനില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ യുദ്ധം ഉണ്ടാവുമായിരുന്നില്ല, അല്ലെ? തന്റെ നേതൃത്വത്തിലാണ് പാണ്ഡവ സൈന്യം അണിനിരന്നത്. എല്ലാ ഒരുക്കങ്ങളും ചെയ്തത് തന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. തന്റെ ബലം കൊണ്ട് തന്നെയാണ് ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ അതിനൊക്കെ തയ്യാറായത്. അപ്പൊ ഇങ്ങനെ അന്ന് അർജുനൻ അങ്ങനെ യുദ്ധം ചെയ്തു എങ്കിലും ഇനിയും അർജുനനോട് ആ ഒരു യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും അർജുനൻ അതിന് സജ്ജനാവില്ല, തയ്യാറാവില്ല. മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് അനുഗീത ഉപദേശിക്കുന്നത്. അതിൽ പൂർണ്ണമായിട്ടും നിവൃത്തി ധർമ്മമാണ്, സന്യാസധർമ്മമാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് ശ്രീമദ് ഭാഗവതത്തില് ഭഗവാൻ ഉദ്ധവൻ ഉപദേശിക്കുന്നുണ്ട് ഒരു ഗീത, അല്ലെ? ഉദ്ധവ ഗീത. അതും ഇതുപോലെ അനുഗീത പോലെയുള്ള ഉപദേശമാണ്. ഉദ്ധവ ഗീതയും ഇവിടെയുള്ള ഭഗവത്ഗീതയും ഈ ഭീഷ്മപർവത്തിലെ ഭഗവത്ഗീതയും തമ്മിൽ താരതമ്യം ചെയ്താൽ ഈ ഭഗവത്ഗീത പ്രവൃത്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും ഉദ്ധവഗീത നിവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നതുമാണ്. കാരണം എന്താണ്? ആരോടാണ് ഉപദേശിക്കുന്നത്, ഏത് സന്ദർഭത്തിലാണ് ഉപദേശിക്കുന്നത് എന്നും കൂടി പ്രധാനമാണ്. അവിടെ ഉദ്ധവനെ ഭഗവാൻ സന്യസിക്കാൻ പറയുന്ന ഘട്ടമാണ്. ഇവിടെ അർജുനനെ സന്യസിക്കാൻ പോകുന്ന ആളെ പിടിച്ച് നിർത്തി യുദ്ധം ചെയ്യിക്കുകയാണ്. കാരണം സന്യസിക്കാൻ അർഹതയാവാതെ സന്യസിക്കുന്ന, മൂക്കാതെ പഴുക്കുന്ന അർജുനനെ, വഴിതെറ്റുന്ന അർജുനനെ, പരധർമ്മത്തിലേക്ക് പോകുന്ന അർജുനനെ പിടിച്ചു നിർത്തി പ്രവൃത്തിയിലേക്ക്, യുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കുകയാണ് ഈ ഭഗവത്ഗീത എങ്കിൽ അവിടെ ഉദ്ധവൻ ജീവിതം മുഴുവൻ കഴിഞ്ഞു. ഭഗവാന്റെ കൂടെ എത്രയോ കാലം ജീവിച്ച് ഭഗവാനെ സേവിച്ച് ചിത്തശുദ്ധിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ചിത്തശുദ്ധിയുണ്ട്, നല്ല വിവേകമുണ്ട്, നല്ല ഭക്തിയുണ്ട്, എല്ലാം തികഞ്ഞ ആളാണ് ഉദ്ധവൻ. പക്ഷെ മമത മാത്രം വിട്ടുപോകുന്നില്ല. അത് ഭഗവാനോടും ഈ യാദവ വംശത്തോടുള്ളതായിട്ടുള്ള അദ്ദേഹത്തിന്റെ മമത വിട്ടുപോകുന്നില്ല. ആ മമത വിട്ടുപോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്നത്. സന്യാസിയായി അവധൂതനെ പോലെ സഞ്ചരിക്കാനുള്ള ഉപദേശം കൊടുക്കുന്നത്, ബദര്യാശ്രമത്തിലേക്ക് പോയി തപസ്സനുഷ്ഠിക്കാൻ പറയുന്നത്. അപ്പൊ അതിന് ആദ്യം കൊടുത്ത ഭഗവാൻ ഉദ്ധവഗീതയിൽ ആദ്യം കൊടുത്ത ഒരു ഭാഗം ഏതാണ്? 24 ഗുരുക്കന്മാരുടെ ഉപദേശമാണ് കൊടുത്തത്, അല്ലെ? ആ അവധൂത ഗീതയാണ് കൊടുത്തത്. അവധൂതൻ യദുമഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന 24 ഗുരുക്കന്മാരുടെ തത്വം, അത് നിവൃത്തി ധർമ്മമാണ്. എല്ലാറ്റിൽ നിന്നും അറിവ് നേടി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വിവേകത്തോടുകൂടെ നിവൃത്തിനിരതനായി യദൃച്ഛാലാഭ സന്തുഷ്ടനായി എങ്ങനെ ജീവിക്കണം എന്നത് ആ ദത്താത്രേയ മഹർഷി എന്ന അവധൂതനിൽ നിന്ന് യദുമഹാരാജാവിന് കൊടുത്ത ഉപദേശം, അത് ഉദ്ധവൻ ആദ്യം കൊടുത്ത് ഇത് മനസ്സിലാക്കി, അർജുന, ഉദ്ധവ, നീയും അദ്ദേഹത്തെ പോലെ നിസ്സംഗനായി സഞ്ചരിക്കൂ ഭൂമിയിൽ, എല്ലാം ഉപേക്ഷിച്ചു പോകൂ, എന്നെയും ഉപേക്ഷിച്ചു പോകൂ എന്നാ പറയുന്നത്. ഭഗവാനെ അടക്കം
ഉപേക്ഷിച്ച് പോകാനാ പറയണം. ഈ ദ്വാരകയെയും എന്നെയും യാദവന്മാരെയും കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട, നീ വിട്ടോ, ബദരീനാഥത്തിലേക്ക് വിട്ടോ എന്ന്. അപ്പോഴാണ് ഒരു ആലംബനമായിട്ട് എന്തെങ്കിലും ചോദിച്ചപ്പോഴാണ് ഭഗവാന്റെ പാദുകങ്ങൾ കൊടുത്തത്. ആ പാദുകങ്ങളെയും ശിരസിൽ എടുത്തുകൊണ്ട് ഉദ്ധവൻ സന്യാസിയായിട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ കർമ്മയോഗ ഘട്ടം കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ കർമ്മങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പൊ നിവൃത്തി മാർഗവും ഉപദേശിച്ചു ഉദ്ധവന്. അപ്പോ ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ ഭഗവാന്റെ ഉദ്ധവനുള്ള ഉപദേശം മുഴുവൻ നിവൃത്തി പ്രധാനമാണ്. കാരണം അവിടെ അധികാരി, കേൾക്കുന്ന ആള് ഉദ്ധവനാണ്. റിട്ടയർ ചെയ്യേണ്ട ആളാണ്. 125 വയസ്സായ ആളാണ് ഉദ്ധവൻ. ഭഗവാന്റെ അതേ പ്രായമാണ്. അപ്പോ റിട്ടയർ ചെയ്ത് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് പോകുകയാണ് വേണ്ടത്. നേരെ മറിച്ച് അർജുനനോട് പറയുമ്പോൾ ആ സന്ദർഭം വേറെയാണ്. അർജുനന്റെ അന്ധക്കരണത്തിന്റെ പക്വത വേറെയാണ്. ഉദ്ധവന്റെ പക്വതയായിട്ടില്ല അർജുനന്. എന്നാൽ അതേ ഉദ്ധവന്റെ പക്വത ആയിട്ടുണ്ട് അനുഗീത കേൾക്കുന്ന അർജുനൻ. അപ്പൊ 2 തലങ്ങളാണ്. അതുകൊണ്ട് ഗീതയും അനുഗീതയും തമ്മിൽ ബ്രഹ്മവിദ്യ ഒന്നാണെങ്കിലും യോഗശാസ്ത്രം വ്യത്യാസം ഉണ്ടാവും. രണ്ടിലും ബ്രഹ്മവിദ്യയുണ്ട്. അതിലെ രണ്ടിലെയും പ്രതിപാദ്യ വിഷയം ബ്രഹ്മം തന്നെയാണ്. രണ്ടിൻ്റെയും ലക്ഷ്യം ആത്മജ്ഞാനം തന്നെയാണ്. എങ്കിലും മാർഗം വ്യത്യാസമുണ്ട്. അധികാരി അനുസരിച്ച് മാർഗം വ്യത്യാസപ്പെടുന്നു. നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ, പാലക്കാടുന്ന് ബദരീനാഥിലേക്ക് യാത്ര പുറപ്പെടുന്നു സ്വാമി. അപ്പോ ഇവിടുന്ന് ആരോടെങ്കിലും വഴി ചോദിച്ചാൽ അവർ പറഞ്ഞു തരേണ്ടത് പാലക്കാടുന്ന് ബദരീനാഥിലേക്ക് പോകാനുള്ള വഴിയാണ് പറഞ്ഞു തരേണ്ടത്. എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്ന് അറിവുള്ള ഒരാൾ പറഞ്ഞു തരണമെങ്കിൽ ഇവിടുന്ന് എങ്ങനെ പോകണമെന്നാണ് പറയേണ്ടത്. എന്നിട്ട് ഇനി ഞാൻ ഡൽഹിയിലെത്തിയിട്ട് വഴി ചോദിക്കുമ്പോൾ പാലക്കാട്ട് നിന്നുള്ള വഴി എന്നെ പറഞ്ഞു കൊടുക്കുമോ? ഡൽഹിയിലെത്തി, അവിടുന്ന് ഞാൻ വഴി ചോദിക്കുകയാണ് ബദരീനാഥിലേക്ക് എങ്ങനെയാ പോകേണ്ടതെന്ന്. അപ്പൊ ഉടനെ ഒന്നാന്ന് തുടങ്ങണം, പാലക്കാട് നിന്ന് വേണം പോവാനായിട്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ആദ്യം ഡൽഹിയിൽ നിന്ന് പാലക്കാട് വന്നിട്ട് തിരിച്ചു പോണോ? ഏതാണ് വേണ്ടത്? അപ്പൊ ചോദിക്കേണ്ടത് എവിടുന്നാണ് വഴി ചോദിക്കുന്നത് എന്ന് ചോദിക്കണം, അല്ലെ? ഫോണിലൂടെയാ ചോദിക്കണ വെച്ചാൽ നിങ്ങൾ എവിടുന്നാ വിളിക്കണത്, എവിടുന്നാ വഴി ചോദിക്കണത്, എവിടെയാ നിൽക്കുന്നത്, ആ നിൽക്കുന്നിടത്തുനിന്ന് വേണം വഴി പറഞ്ഞു കൊടുക്കാൻ. എന്നതുപോലെ ഇവിടെ അർജുനനിൽ വന്നിട്ടുള്ള മാറ്റം, അർജുനൻ ആന്തരികമായിട്ട് കുറെ ഉയർന്നു കഴിഞ്ഞു. ആ ഉയർന്ന തലത്തിൽ നിന്നാണ് അനുഗീത ഉപദേശിക്കുന്നത്. പണ്ടത്തെ നിലവാരമല്ല ഇപ്പോഴത്തെ നിലവാരം. അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ ലക്ഷ്യം അടുത്തായി കഴിഞ്ഞു. അദ്ദേഹത്തിന് നിവൃത്തി ധർമ്മമാണ് അദ്ദേഹത്തിന് ഉപദേശിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ വ്യാസൻ തന്റെ ഭാഷയിൽ മറച്ചു വെക്കും, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഈ അനുഗീതയിൽ ഗീതയുടെ മാഹാത്മ്യം ഭഗവാൻ പറയുന്നുണ്ട് എന്ന് പറയും. അപ്പൊ തന്നെ വേണ്ടത് പറഞ്ഞതാ. നിനക്ക് അന്ന് വിവരം ഉണ്ടായിരുന്നെങ്കിൽ നീ അതുകൊണ്ട് രക്ഷപ്പെട്ടേനെ. പക്ഷെ അന്ന് നിനക്ക് പാകത ഉണ്ടായിരുന്നില്ല, വിവരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നീ അന്ന് അതിലെ പ്രവൃത്തി മാർഗത്തെയാണ് സ്വീകരിച്ചത്, നിവൃത്തി മാർഗത്തെ സ്വീകരിച്ചില്ല എന്ന് പറയാതെ പറയണ ഭഗവാൻ വ്യംഗ്യമായി പറയുകയാണ്. മനസ്സിലാക്കുക. അപ്പൊ തഥാ ഇമമേവ ഗീതാർത്ഥം ധർമ്മമുദ്ദിശ്യ ഭഗവതായേവ ഉക്തം സഹി ധർമ്മ സുപര്യാപ്തോ ബ്രഹ്മണ പദവേദനേ ഇതി അനുഗീതാസു കിംച അന്യതപി തത്രൈവ ഉക്തം. അതേ അനുഗീതയിൽ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. നൈവ ധർമ്മീ നചാധർമ്മീ നചൈവ ഹി ശുഭാശുഭീ യസ്യാദേകാസനേ ലീനഃ തൂഷ്ണീം കിഞ്ചിത് അചിന്തയൻ. ആരാണോ ഏകാസനേ ലീനഃ തൂഷ്ണീം കിഞ്ചിത് അചിന്തയൻ, ഒന്നും ചിന്തിക്കാതെ ഒരു ഭാഗത്ത് മിണ്ടാതിരിക്കുന്നത്, അവന് ധർമ്മവും അധർമ്മവുമില്ല, അവന് ശുഭാശുഭങ്ങളുമില്ല, അവന് പുണ്യപാപങ്ങളുമില്ല. എന്താ കാരണം? അയാൾ
എല്ലാറ്റിനെയും അതിക്രമിച്ചിരിക്കുന്നു. ധർമാധർമ്മങ്ങളെയും പുണ്യപാപങ്ങളെയും അതിക്രമിച്ച ആളാണ് ഒരു സ്ഥിതപ്രജ്ഞൻ, ഒരു ജ്ഞാനി. രമണ മഹർഷിയെ പോലെ ഇരിക്കുന്ന ഒരാൾ, തപോവനസ്വാമികളെ പോലെ ഇരിക്കുന്ന ഒരാൾ, അവർക്ക് ധർമാധർമ്മങ്ങളില്ല, അവർക്ക് ശുഭാശുഭ ഫലങ്ങളില്ല. ധർമ്മം ചെയ്തില്ലെങ്കിൽ അശുഭമോ ധർമ്മം ചെയ്താൽ ശുഭമോ അവർക്ക് പ്രാപിക്കാനില്ല, പുണ്യാപുണ്യങ്ങളില്ല. അവർ ഇരുമുടിക്കെട്ടുകളും അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചവരാണ്. അവർ അയ്യപ്പസ്വാമിയിൽ നിന്ന് തത്വമസി മഹാവാക്യം ഉൾക്കൊണ്ടവരാണ്. മനസ്സിലാവുണ്ടോ? ഇരുമുടിക്കെട്ട് പുണ്യപാപക്കെട്ടുകളാണ്. ഇത് രണ്ടും, പുണ്യവും പാപവും രണ്ടും ഭഗവാന് സമർപ്പിച്ചു. അവർക്കിനി ഒന്നും നേടാനില്ല എന്ന് എന്താ പറയുക, അനുഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എത്തിയിരുന്നെങ്കിൽ അർജുനന് നിവൃത്തി മാർഗം സ്വീകരിക്കുമായിരുന്നു. അവിടെ എത്തിയിട്ടില്ല, അവിടെയാണ് എത്തേണ്ടത്. അതാണ് ലക്ഷ്യം. ജ്ഞാനം സന്യാസ ലക്ഷണം ഇതിച്ച. ഇനി ജ്ഞാനത്തിന്റെ ലക്ഷണം സന്യാസമാണ് എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട് അനുഗീതയിൽ. ഒരാള് ജ്ഞാനിയാണ് എന്നുള്ളത് എങ്ങനെയാ നമ്മൾ കണക്കാക്കുക? അയാൾ എന്താ ചെയ്യണമെന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ, അയാൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലാണ് അയാൾ പരമജ്ഞാനി. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തോ ഉദ്ദേശമുണ്ട്. എന്തോ ഉദ്ദേശമുണ്ട് എന്ന് പറയുമ്പോൾ എന്തോ നേടാനുണ്ട്, എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ഭൗതികമായിട്ടുള്ള എന്തോ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനൊരു ചിന്ത ഉണ്ടാവണമെങ്കിൽ ദ്വൈതഭാവം ഉണ്ടാവണം. ദ്വൈത ബുദ്ധി ഉള്ളപ്പോഴേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ അയാൾക്ക് ആ ഒരു പൂർണ്ണത കൈവരിച്ചിരിക്കണം. അദ്വൈത ഭാവം ഉറച്ചിരിക്കണം. അതാണ് രമണ മഹർഷിയുടെ നില. അതുകൊണ്ടാണ് രമണ മഹർഷിക്ക് മറ്റ് എല്ലാ മഹാത്മാക്കളെക്കാളും ഉയർന്നൊരു സ്ഥാനം കൊടുക്കുന്നത്. അദ്ദേഹം ആ ഒരു നില വിടാതിരുന്ന ആളാണ്. പരമശാന്തനായി ഒന്നും ചെയ്യാനില്ലാതെ. ഇന്നിപ്പോ ആ രമണ മഹർഷിയെ കുറിച്ച് ചിന്തിക്കാൻ പ്രത്യേകമായിട്ടുള്ള കാരണം അരുണാചല എന്താ പറയുക, തിരുവണ്ണാമലയിൽ കാർത്തിക ദീപം പ്രകാശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. രമണ മഹർഷിയുടെ തപസ്സുകൊണ്ടും സാന്നിധ്യം കൊണ്ടും തേജസ് കൊണ്ടും പവിത്രമായ, മുമ്പേ തന്നെ പവിത്രമാണ് അരുണാചലം, തിരുവണ്ണാമല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് വളരെ പവിത്രമായി തീർന്ന, ലോകത്തിലേക്ക് വെച്ച് ഹിമാലയം പോലെ തന്നെ പവിത്രമായി തീർന്ന ഒരു സ്ഥാനമാണ് ഈ തിരുവണ്ണാമല. ഹിമാലയ പർവ്വതത്തേക്കാൾ പഴക്കമുള്ള മലയാണ് ഈ തിരുവണ്ണാമല. ഹിമാലയ പർവ്വതത്തിലെ കല്ലുകളേക്കാൾ പഴക്കമുള്ള കല്ലുകളാണ് തിരുവണ്ണാമലയിലെ കല്ലുകൾ. കാലക്രമം, അതിൻ്റെ ജിയോളജിക്കൽ ആ ഒരു ആസ്പെക്ട് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ പ്രാചീനമായിട്ടുള്ള ശിവ നിത്യ സാന്നിധ്യമുള്ള ആ അരുണാചല പർവ്വതത്തിൽ, തിരുവണ്ണാമലയിൽ, ആ പർവ്വതം പോലെ തന്നെ ഇരുന്ന ഒരാളായിരുന്നു രമണ മഹർഷി. ആ പർവ്വതത്തിൻ്റെ ഒരു പര്യായ ശബ്ദം തന്നെയായിരുന്നു അദ്ദേഹം. സ്വയം ഒരു പർവ്വതം പോലെ. സ്ഥാണുരിവ അചലഹ എന്നൊക്കെ ഉപനിഷത്തുകൾ പറയും. ഒരു സ്ഥാണുവിനെ പോലെ അചലനായിട്ട് കുലുങ്ങാതെ ഇരുന്നതായിട്ടൊരു മഹാത്മാവ്. അപ്പൊ ആ ഒരു നില എന്ന് പറഞ്ഞത് പരിപൂർണമായിട്ടുള്ള നിവൃത്തിയുടെ നിലയാണ്. ഒരു പുണ്യാപുണ്യങ്ങളോ ധർമാധർമ്മങ്ങളോ സ്പർശിക്കാത്ത ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയുടെ ഒരു ഭാവമാണത്. ആ ഒരു ഔന്നത്യം, ഒരു ഹിമാലയത്തിൻ്റെ ഔന്നത്യമാണത്.
അവിടെ എത്തിയ മഹാത്മാവാണ് രമണ മഹർഷി. അദ്ദേഹത്തെ സ്മരിക്കാതിരിക്കാൻ ആവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഏറ്റവും നമ്മുടെ അടുത്ത കാലത്ത് ജീവിച്ച ഒരു ദൃഷ്ടാന്തം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 1954 വരെ ഈ ഭാരതഭൂമിയിൽ, അപ്പോൾ ഒരു 60 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 70 കൊല്ലം മുമ്പ് മണ്ണിൽ നടമാടിയിരുന്ന ഒരു യോഗി, ഒരു മഹാൻ, ഒരു സിദ്ധൻ, ഒരു ജ്ഞാനി, സ്ഥിതപ്രജ്ഞൻ. ഈ ഭഗവത്ഗീതയിലെ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുമ്പോൾ എടുത്തു പറയാവുന്ന ഒരു ഉദാഹരണം നമുക്ക് പ്രത്യക്ഷമായി കാണിച്ചു തന്നു ഭഗവാന്റെ ഒരു അനുഗ്രഹം. അപ്പോൾ ഒരു യഥാർത്ഥ ജ്ഞാനിയുടെ ലക്ഷണം എന്താണ്? ഒന്നും ചെയ്യാതിരിക്കലാണ്. അത് തമോ ഗുണം കൊണ്ട് മടിയനായിട്ടിരിക്കുന്നതല്ല. നമ്മളൊക്കെ തമോ ഗുണം കൊണ്ട് മടിയന്മാരായിട്ടൊന്നും ചെയ്യാതിരിക്കും. ഈ തമോ ഗുണവും രജോ ഗുണവും സത്വഗുണവും നീങ്ങി ഗുണാതീതനായിട്ട് ഒന്നും ചെയ്യാനില്ല, കാരണം തനിക്കൊന്നും നേടാനില്ല, ഒന്നും പ്രാപിക്കാനില്ല, ചെയ്യാതിരുന്നത് കൊണ്ടൊന്നും നഷ്ടപ്പെടാനുമില്ല എന്നുള്ള ആ ഒരു നിറവിൽ, ഒരു പൂർണ്ണതയിലെത്തണം. അപ്പം മാത്രമേ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുള്ളൂ. ആ മിണ്ടാതിരിക്കലിൽ ഒരു നഷ്ടവുമില്ല, ആനന്ദത്തിനൊരു കുറവും ഇല്ല. പരിപൂർണമായിട്ടുള്ള ആനന്ദത്തിലാണ് ഇരിക്കുന്നത്. അതാണ് ഒരു ജ്ഞാനിയുടെ ലക്ഷണം. സന്യാസം എന്ന് പറഞ്ഞാൽ സർവകർമ്മ സന്യാസം. കർമ്മങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, ഒരു പ്രോജക്റ്റുമില്ല. സർവാരംഭ പരിത്യാഗി എന്ന് 12-ാം അധ്യായത്തിൽ ഭക്തനെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ പറയും, സർവാരംഭ പരിത്യാഗി യോമേ ഭക്ത സമേ പ്രിയ. പുതിയ പ്രോജക്റ്റുകള്, ആരംഭങ്ങൾ ഒന്നും ചെയ്യാത്ത ഒരാൾ, അവൻ എനിക്ക് പ്രിയനാണെന്നാ ഭഗവാൻ പറയുന്നത്. സർവാരംഭ പരിത്യാഗിയായിട്ടുള്ള ഒരാൾ എനിക്ക് പ്രിയനാകുന്നു. ഒന്നും ചെയ്യാതിരിക്കുന്ന ആള് ഭഗവാന് പ്രിയനാകുന്നു. ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. നമ്മള് ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. മനസ്സുകൊണ്ട് നമ്മൾ ലോകം മുഴുവൻ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അത് കാര്യമില്ല. മനോരാജ്യം കണ്ടുകൊണ്ട്, സ്വപ്നം കണ്ടുകൊണ്ട്, മനസ്സിൽ വാസനകൾ ഇങ്ങനെ കിടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ട്, ആഗ്രഹങ്ങൾ കുത്തി മറിഞ്ഞുകൊണ്ട് വിക്ഷുബ്ധമായിരിക്കുന്ന മനസ്സ്, ശരീരം മാത്രം അനങ്ങാതിരുന്നത് കൊണ്ട് കാര്യമില്ല. അവനെക്കുറിച്ച് ഗീത തന്നെ പറയും മിഥ്യാചാരൻ എന്ന്. മിഥ്യാചാരൻ എന്ന് പറഞ്ഞാൽ ഹിപ്പോക്രാറ്റ്, അഭിനയിക്കുന്നവൻ, കള്ളനാണ് എന്നാണ്, ജാടക്കാരനാണ്. അവന്റെ ഉള്ളു തിളച്ചു മറിയാണ്, അവൻ പുറത്ത് വെറുതെ ശാന്തി അഭിനയിക്കുകയാണ്. അപ്പൊ ഉള്ളിലാണ് ആദ്യം ശാന്തമാവേണ്ടത്. ഉള്ളിൽ ശാന്തമായിട്ട് പുറത്തോടി നടന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളാണ് ശമിക്കേണ്ടത്, കർമ്മേന്ദ്രിയങ്ങളല്ല. ഗീതയിൽ അത് വ്യക്തമായി പറയും. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരന്. കർമ്മേന്ദ്രിയങ്ങളെ സംയമനം ചെയ്യുകയും മനസ്സുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ആരിയ്ക്കുന്നുവോ മിഥ്യാചാരസ്സ ഉച്യതേ, അവൻ മിഥ്യാചാരൻ എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ ആരാണോ ജ്ഞാനേന്ദ്രിയങ്ങളെ അടക്കി, സെൻസ് ഓർഗൻസിനെ അടക്കി, മനസ്സിനെയും ശാന്തമാക്കി, കർമ്മ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും കുഴപ്പമില്ല. അവന്റെ ഇൻലെറ്റുകളൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്, ഔട്ട്ലെറ്റുകൾ മാത്രമേ തുറന്നു വെച്ചിട്ടുള്ളൂ. അത് ഉള്ളിലുള്ളത് പുറത്തേക്ക് പോകുന്നത് വരെ ഔട്ട്ലെറ്റുകൾ തുറന്നു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ദോഷമില്ല. ഡ്രെയിൻ ഔട്ട് ചെയ്യാണ്, ഉള്ളിലുള്ള കംപ്ലീറ്റും കളയുകയാണ്. അവന്റെ പ്രാരബ്ധത്തെ അവൻ അതിലൂടെ ഒഴുക്കിക്കളയുകയാണ്. അല്ലെങ്കിൽ ലോക അനുഗ്രഹത്തിനാണ് അയാൾ ചേഷ്ടിക്കുന്നത്. അപ്പൊ ശങ്കരാചാര്യരുടെ ചേഷ്ടയൊക്കെ അങ്ങനെയുള്ളതാണ്. ഉള്ളുകൊണ്ട് പരമശാന്തനും പുറത്ത് അദ്ദേഹം ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട്. നാരായണ ഗുരുദേവൻ അങ്ങനെ ചെയ്ത ആളാണ്. അതുപോലെ മഹാത്മാക്കൾ പലരും ഓടി നടന്ന് പണിയെടുത്തവര് ഉള്ളുകൊണ്ട് അവർ പരമശാന്തരാണ്, സ്വസ്ഥരാണ്. അവർക്ക് ഉള്ളിൽ യാതൊരു വിക്ഷോഭവുമില്ല, ശാന്തരായിരുന്നു.
അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഉള്ളിലേക്ക് എടുക്കുന്നത് മാത്രമേ അവർ കുറച്ചിട്ടുള്ളൂ. ലോകത്തിന് അങ്ങോട്ട് കൊടുക്കുന്നതിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. അങ്ങനെയുള്ള മഹാത്മാക്കളും ഉണ്ട്. രമണ മഹർഷി രണ്ടും ശമിപ്പിച്ച ആളാണ്. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ഒരുപോലെ നിശ്ചലമായ ഒരവസ്ഥയാണ്, പർവ്വതം പോലെ ഇളകാത്തൊരവസ്ഥ. അപ്പൊ അതാണ് സന്യാസ ലക്ഷണം. ജ്ഞാനം സന്യാസ ലക്ഷണം ഇത്തിച്ച്. ഇനി ഇഹ അപി അന്തേ ഉക്തം അർജുനായ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ ഇതി. ഇഹ അപി എന്ന് പറഞ്ഞാൽ ഈ ഗീതയിലും ഭഗവാൻ അർജുനനോടായിക്കൊണ്ട് പറയും, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, എല്ലാ ധർമാധർമ്മങ്ങളെയും വെടിഞ്ഞ് എന്നെ ശരണം പ്രാപിച്ചോളൂ, ആത്മസ്വരൂപനായ എന്നെ ശരണം പ്രാപിക്കൂ, എന്നാൽ നിന്നെ ഒരു പാപങ്ങളും ബാധിക്കുകയില്ല എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അർജുനൻ അതിന് യോഗ്യത ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. അപ്പൊ തന്നെ എല്ലാം ഉപേക്ഷിച്ച് നിശ്ചലനായി ഇരിക്കാൻ സാധിച്ചില്ല. തിരിച്ചറിയാം. അപ്പോ ഭഗവാന്റെ ഗീതയിലെ അവസാന ഉപദേശം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്ന ഉപദേശം എല്ലാ ധർമാധർമ്മങ്ങളെയും വെടിഞ്ഞ് ഒരു ചിന്തയുമില്ലാതെ ശാന്തനായിരിക്കാനാണ്. അത് സാധിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത വരണം, അന്ധക്കരണ പാകത വരണം, ശുദ്ധി വരണം. അത് സാധിക്കണമെങ്കിൽ അത്രയും ഭക്തി ഉണ്ടാവണം, ആ സമർപ്പണം ഉണ്ടാവണം. അത് എല്ലാവർക്കും സാധിക്കുന്നതല്ല. അത് സാധിച്ചവരാണ് ഗോപികമാർ. ഗോപികമാര് ക്രമത്തിൽ വളർന്ന് ആ അവസ്ഥയിലേക്ക് എത്തി. സർവധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് പുണ്യാപുണ്യങ്ങള് ധർമാധർമ്മങ്ങള് ലോക വ്യവഹാര നിയമങ്ങളെയൊക്കെ ലംഘിച്ചുകൊണ്ട് അവർ ഭഗവാനിൽ പൂർണ്ണമായിട്ട് സമർപ്പിതരായി. അതുകൊണ്ട് അവര് ഭക്ത ശിരോമണികളായി അറിയപ്പെടുന്നു. യഥാ വ്രജഗോപികാനാം എന്ന് നാരദ ഭക്തി സൂത്രത്തിൽ നാരദൻ അവരെ എടുത്തു പറയാൻ കാരണം അവരുടെ ആ ഒരു നിലവാരമാണ്. അവര് ആരംഭത്തിൽ അത്ര ആയിരുന്നില്ല, അവര് ക്രമത്തിൽ വളർന്ന് ആ ഒരു ഉയരത്തിലേക്ക് എത്തിയവരാണ്. ആ ഉയരത്തിലാണ് അവർക്ക് രാസക്രീഡയുടെ അനുഭൂതി ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിക്കുന്നത്. അല്ലാതെ ജനിച്ച ഉടനെ അവർക്ക് രാസക്രീഡ കൊടുത്തില്ല. ഭഗവാന്റെ യഥാർത്ഥ മഹിമ അറിഞ്ഞ് ഭഗവാനെ സ്നേഹിച്ച് 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 ഭഗവാന്റെ തത്വം അറിയാൻ അവര് യോഗ്യരായി. ഭഗവാൻ ആരെന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ തത്വം അറിഞ്ഞു അവര്. ആ തത്വം അറിഞ്ഞ ഗോപികൾക്കാണ് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയത്. അപ്പൊ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന ഭഗവാന്റെ ഉപദേശം ശരിക്കും പ്രായോഗികമാക്കിയവരാണ് ഗോപികമാര്. അർജുനൻ ആ തലത്തിൽ എത്തിയിരുന്നില്ല. അതുകൊണ്ട് എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ച് അല്ലെങ്കിൽ സന്യാസധർമ്മം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് അപ്പൊ കഴിഞ്ഞില്ല. ചിന്തിക്കുക. അപ്പൊ ഇനിയും എന്താണ് ഭഗവത്ഗീതയുടെ പരമപ്രയോജനം എന്നാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദര് നിശ്ചയിക്കുകയാണത്. കാര്യം നിശ്ചയിക്കണം. പരമപ്രയോജനം സംസാരത്തിന്റെ അത്യന്ത ഉപരതി, പരമമായിട്ടുള്ള നിശ്രേയസം. അതാണ് ഗീതയുടെ ലക്ഷ്യം, ഗീതയുടെ പ്രയോജനം. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇന്ന് സമയം വൈകി. നമുക്ക് ഇന്ന് കാർത്തികയായതുകൊണ്ട് എല്ലാവരും നേരത്തെ ആ കാര്യങ്ങളിലേക്ക് നോക്കാം. വിളക്ക് വെക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം. ഇന്നിപ്പോൾ തൽക്കാലം നിർത്തുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ
ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ എല്ലാവരും ദീപം വെച്ച് ദേവീ മാഹാത്മ്യത്തിലെ 4-ാം അധ്യായം വായിക്കുന്നത് ഉത്തമമാണെന്ന് മഹിഷാസുരവധം കഴിഞ്ഞതിൻ്റെ സ്മരണയിൽ ദേവി മഹിഷാസുരമർദിനി കാത്യായനി ദേവി ആവിർഭവിച്ച് മഹിഷാസുരവധം കഴിഞ്ഞതിൻ്റെ വിജയം ആഘോഷിക്കുന്നതും കൂടിയാണ് ഈ കാർത്തിക ദീപം. അപ്പോൾ ആ മഹിഷാസുരവധം കഴിഞ്ഞ് ഇന്ദ്രാദി ദേവന്മാർ സ്തുതിച്ച സ്തുതി സന്ധ്യാനേരത്ത് ചൊല്ലുന്നത് ഉത്തമം. 4-ാം അധ്യായം ദേവി മാഹാത്മ്യം. ഹരി ഓം. ഹരി ഓം. നാരായണ.